കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ വിവാദത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി നൃത്ത പരിശീലകർ ഹൈക്കോടതിയിൽ. ജോമറ്റ് മൈക്കിൾ, സൂരജ് എന്നിവരാണ് ഹർജി നൽകിയത്. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമെന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പരിശീലകർ ആരോപിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, കഴിഞ്ഞ 8-ാം തീയതി കേരള സർവകലാശാല കലോത്സവത്തിൽ മാർഗംകളിയിൽ നടന്ന ഒരു കോഴ ആരോപണം ഉയർന്നുവെന്ന് ആരോപണം ഉയരുകയും തുടർന്ന് കലോത്സവം നിർത്തിവെച്ച ഒരു സാഹചര്യം പിന്നീട് പുനരാരംഭിക്കുകയുമാണ് ഉണ്ടായത്. ഈ വിഷയത്തിൽ, അതായത് കോഴ ആരോപണത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്ത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ആരോപണ വിധേയരായിട്ടുള്ളത്. അതായത് 2-3 പ്രതികൾ നിലവിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭയം തങ്ങൾക്കുണ്ട്. നൃത്ത പരിശീലകരായിട്ടുള്ള 2-ാം പ്രതി ജോമറ്റ് മൈക്കിളും 3-ാം പ്രതിയായിട്ടുള്ള സൂരജ് എന്നിവരാണ് നിലവിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത്. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ തന്നെയാണ്. മാത്രവുമല്ല, ഈ കലോത്സവത്തിലെ മാർഗംകളിയിൽ 1-ാം സ്ഥാനം നേടിയ ടീമിനെ പരിശീലിപ്പിച്ചത് തങ്ങളാണ്. വിധികർത്താവിന് ഏതെങ്കിലും തരത്തിൽ കോഴ നൽകിയിട്ടില്ല. ഒരു കെട്ടിച്ചമച്ച ആരോപണത്തിന്റെ പുറത്താണ് പോലീസ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, ഇത്തരം ഒരു കേസ്, കെട്ടിച്ചമച്ച കേസ് എടുത്തതിന്റെ തൊട്ട് പിന്നാലെ തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് 1-ാം സ്ഥാനം നേടിയ കുട്ടികളുടെ ഭാവിയെ വരെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണം. മാത്രവുമല്ല, ഈ കുട്ടികളുടെ കഴിവിനെ, അതായത് 1-ാം സ്ഥാനം നേടിയ ടീമിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നതിന് സമാനമായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ 14-ാം തീയതി, അതായത് ഇന്ന്, കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ മുൻപാകെ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഹാജരായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കും. അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നും ഹർജിയിൽ ഇരു പ്രതികളും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മുൻകൂർ ജാമ്യ ഹർജിയിൽ തീർപ്പുണ്ടാകും വരെ അടിയന്തരമായിട്ട് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കണമെന്നുള്ള ആവശ്യവും ഹർജിക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും അടിയന്തരമായിട്ട് ഒരുപക്ഷെ ഇന്ന് തന്നെ ഹൈക്കോടതിയുടെ മുൻപാകെ ഹർജി മെൻഷൻ ചെയ്ത് വന്നേക്കും. എന്തായാലും കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും അന്വേഷണവും അതിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ തങ്ങളെ പീഡിപ്പിക്കുന്ന വിധമാണെന്നും ഉള്ള ഒരു ആരോപണമാണ് ഹർജിക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിലാണ് ഇത്തരം ഒരു പരാതി ഉയർന്നത്. കൂടാതെ യാതൊരു തരത്തിലും കോഴ വിധികർത്താവിന് നൽകിയിട്ടില്ല എന്നുള്ള കാര്യവും ഹർജിക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ പരിഗണിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. വിഷ്ണു, വ്യക്തമാണ്. രേഷ്മ ബാബുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.